as our leaders have sacrificed their lives. My young friends, Youth Congress friends, 2 of them who have been killed by I don't want to comment on the other, but they have sacrificed their life. Ultimately, the justice has been prevailed. Injustice was there, so you all have fought. Ultimately, the courts has given justice. Justice has been flown from the seat of justice. I would like to thank the court for giving the justice to all of us today on this great event. രണ്ട് യുവാക്കൾ, രണ്ട് ധീരരായ ചെറുപ്പക്കാരുടെ ജീവൻ നഷ്ടപ്പെട്ടു. അനീതിക്കരയായ അവരുടെ ജീവൻ നഷ്ടപ്പെട്ടു. ആ അനീതി ചെയ്ത കൊടിയ അക്രമത്തിന്റെ അക്രമത്തിന് അതിന് ബദലുണ്ടാവണം, പരിഹാരം ഉണ്ടാവണം, നീതി ഉണ്ടാവണം. ആ നീതിക്ക് വേണ്ടി നിങ്ങൾ എല്ലാവരും നടത്തിയ പോരാട്ടം, ഇവിടുത്തെ പ്രസ്ഥാനം, പാർട്ടി നടത്തിയ പോരാട്ടം പാർട്ടിയുടെ പ്രസിഡന്റ് വേദിയിലുണ്ട്. ഞാൻ അവരുടെ കുടുംബത്തെ കണ്ടിരുന്നു. ആ കുടുംബം നടത്തിയ പോരാട്ടം, ആ പോരാട്ടങ്ങൾ ഇവിടെ നീതി നിർമ്മാണത്തിന്റെ പിന്നിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അജണ്ടയായി, കരുത്തായി മാറിയെന്ന് നിങ്ങൾ കണ്ടു. ആ കൊടിയ അനീതിക്കെതിരായി ഇവിടെ നിർവഹണം നടന്നിരിക്കുന്നു. നീതി ലഭ്യമാവാനുള്ള നിങ്ങളുടെ പോരാട്ടം ഒരു പരിധിവരെ എത്തിയിരിക്കുന്നു. ഈ കൊടും ക്രൂരകൃത്യം ചെയ്ത കൊലപാതകികളെ, അക്രമികളെ ഈ നാടിന്റെ നിയമ സംവിധാനം അവരെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവന്ന് ശിക്ഷിച്ചിരിക്കുകയാണ്. Today, I am very shocked to hear the history of this event, this crime. I never expected a communist party which has a big history that they have been engulfed in organizing such type of crimes. It is a shame on Indian democracy. It is a shame on Indian culture. ജനാധിപത്യത്തിനേറ്റ തീരാ കളങ്കമാണ് പെരിയയിൽ നടന്ന ഈ ക്രൂരകൃത്യം എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു.